നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചിന്തിക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജലത്തിൽ മുങ്ങി സ്നാനമേറ്റ വ്യക്തിയാണോ? എന്നാൽ നിങ്ങൾ പഴയ നിയമം വായിക്കരുത്. പഴയ നിയമം വായിക്കരുതെന്ന് പറയാനുള്ള കാരണം, പഴയ നിയമം വായിച്ചു പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പുതിയ നിയമത്തിലേക്ക് വരുവാൻ വളരെ സമയമെടുക്കും. ആ സമയത്തിനുള്ളിൽ ഈ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി അടിമനുഖത്തിൽ കുടുങ്ങി. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം എന്താണ്? ഒന്ന് വായിച്ചു നോക്കും. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിലുറച്ചു നിൽക്കും. ആരാണ് ഈ ലേഖനം എഴുതുന്നത്? വിശുദ്ധ അപ്പോസ്തലനായ പൗലോസാണ്. ആരായിരുന്നു പൗലോസ് അപ്പോസ്തലൻ? കഴിഞ്ഞ കാലത്തിൽ ഒരു റോമൻ പൗരനാണ്. അപ്പോൾ തന്നെ ഇസ്രായേൽ ജാതിക്കാരനാണ്, ബെന്യാമിൻ ഗോത്രക്കാരനാണ്, ന്യായപ്രമാണത്തിൽ ശുഷ്കാന്തിയുള്ളവർ. ന്യായപ്രമാണം മുഴുവനും ഗമാലിയൻ്റെ കാൽക്കലിരുന്ന് പഠിച്ച ഒരു റബ്ബിയാണ്. ആ വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് ജലത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് വ്യക്തമായി പഠിച്ച് ലേഖനങ്ങൾ എഴുതിയ ഒരാളാണ് ഈ പറയുന്നത്. ആ വ്യക്തിയാണ് നമ്മളോട് പറയുന്നത്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ വീണ്ടും കുടുങ്ങിപ്പോകരുത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ഒന്ന് മനസ്സിലാക്കണം. ഇന്ന് നാം കാണുന്ന വിശ്വാസികളെന്ന് അവകാശപ്പെടുന്ന, ദൈവമക്കളെന്ന് അവകാശപ്പെടുന്ന സകല മനുഷ്യരിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് പഴയ നിയമ ഉപദേശങ്ങളാണ്. പഴയ നിയമത്തിലുള്ള ചരിത്രങ്ങളാണ് ഇന്ന് അവരിൽ നിന്ന് വരുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാർ, നമ്മളൊന്ന് മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം വിശ്വാസത്തിൽ വന്നത് ശരിയാണ്, സ്നാനപ്പെട്ടത് ശരിയാണ്. പക്ഷേ സഭകളിൽ പഠിപ്പിക്കുന്നത് ന്യായപ്രമാണം, അവിടെ വായിപ്പിക്കുന്നത് സങ്കീർത്തനങ്ങളാണ്, അവിടെ പ്രബോധിപ്പിക്കുന്നത് സങ്കീർത്തനങ്ങളിൽ നിന്നാണ്, അവിടെ പറയുന്നത് പഴയ നിയമത്തിലെ കഥകളാണ് പറയുന്നത്. അതുകൊണ്ട് ആർക്കും പുതിയ നിയമത്തിലേക്ക് വരാൻ സാധിക്കുന്നില്ല. 2 കൊരിന്ത്യർ 3-ാം അധ്യായം വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പഴയ നിയമം വായിക്കുമ്പോഴൊക്കെ മൂടുപടം വീഴുന്നു. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ, അതായത് ന്യായപ്രമാണം വായിക്കുമ്പോൾ ഇന്നയോളം ഹൃദയത്തിന്മേൽ കിടക്കുന്നു മൂടുപടം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 15 മുതൽ വായിക്കുമ്പോൾ അവിടെ വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് ഈ വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പ്രാർത്ഥിക്കുന്നൊരു വലിയ പ്രാർത്ഥനയുണ്ട്. അവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാണ്: തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവിന് തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയുള്ള ആശ ഇന്നതെന്നും. പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു വലിയൊരു പ്രാർത്ഥനയാണ് പോകുന്നത്. ആ പ്രാർത്ഥനയിൽ പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണം. എങ്ങോട്ട്? ഉയരത്തിലേക്ക്. കൊലോസ്യ ലേഖനം പൗലോസ് എഴുതുമ്പോൾ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അപ്പോൾ നമ്മൾ ഉയരത്തിലുള്ള ചിന്തിക്കുവാനും ഉയരത്തിലുള്ളത് അന്വേഷിക്കുവാനുമാണ് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ വേറെ ഒരു ഭാഗത്ത് പറയുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മിൽ തികഞ്ഞവരൊക്കെ ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊള്ളുകയും. പ്രിയപ്പെട്ട സഹോദരന്മാരെ,
പിമ്പിലുള്ളത് മറക്കുകയാണ്. ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള ഭാഗങ്ങളല്ല നമുക്ക് തന്നിരിക്കുന്നത് പുതിയ നിയമം. അവൻ ഞങ്ങളെ പുതുനിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ എന്നാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതും വായിച്ചു, അതും ഗ്രഹിച്ച് അതിൽ നിന്ന് പ്രബോധിപ്പിച്ചു നമ്മൾ ഈ കൂട്ടായ്മ ആചരിച്ചു പോയാൽ സ്വർഗരാജ്യം നമുക്ക് കാണാൻ പറ്റത്തില്ല. കാരണം യേശു കർത്താവ് പറഞ്ഞു, ഞാൻ സംസാരിച്ച വചനം ആത്മാവും ജീവനുമാണ്. അപ്പോൾ ആത്മാവും ജീവനുമായ വചനം നമ്മൾ ശരിക്കും കേട്ട് ഗ്രഹിച്ച് അത് ഹൃദയത്തിൽ നമ്മൾ സംഹരിച്ചെങ്കിൽ മാത്രമേ നമുക്കതിൽ നിന്ന് ജീവൻ ഉണ്ടാകൂ. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം പറയുന്നുണ്ട്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ, എന്താണ് സത്യം? യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു കർത്താവ് സ്വർഗത്തേക്ക് നോക്കിക്കൊണ്ട് തൻ്റെ ശിഷ്യന്മാരെ കൂടെ നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. പിതാവേ, നിൻ്റെ വചനം സത്യമാണ്. അപ്പോൾ ആ വചനം കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, നിൻ്റെ വചനം സത്യമാണെന്ന് പറയുമ്പോൾ പിതാവ് തന്ന വചനം പുത്രന് കൊടുത്തു. ആ പിതാവിൻ്റെ വചനം പുത്രന് കൊടുത്തു. പുത്രൻ അത് സ്വീകരിച്ചു. പുത്രൻ അപ്പോസ്തലന്മാർക്ക് കൊടുത്തു. അപ്പോൾ ആ പിതാവായ ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ കേട്ട് ഗ്രഹിച്ചു അനുസരിച്ച് ജീവിക്കേണ്ടത്. അവിടെ വ്യക്തമായിട്ട് പറയുന്നു, സത്യത്തിൻ്റെ ഫലമായ, സത്യം വചനമാണ്. ആ വചനം നമ്മൾ കേട്ട് ഗ്രഹിച്ച് അനുസരിച്ച് ജീവിക്കുമ്പോൾ സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചു. പ്രിയപ്പെട്ട സൗസമയം നമ്മളൊന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഈ പുതിയ നിയമം തീയിൽ ഊതിക്കഴിച്ച പൊന്നെന്നാണ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുന്നത്. തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാത്തവണ്ണം ധരിക്കേണ്ട വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ട കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു എന്നാണ് യേശു പറയുന്നത്. യേശുവാണ് പറയുന്നത്. യോഹന്നാൻ അപ്പോസ്തലനെ കൊണ്ട് പറയിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഒരു മടങ്ങി വരെ നമുക്ക് ആവശ്യമല്ലേ? അതുകൊണ്ട് ഇന്ന് വരെ നടന്നിട്ടുള്ള നമ്മുടെ കൂട്ടായ്മകൾ നടക്കുന്ന സംഭവങ്ങളെല്ലാം ഒന്ന് മാറ്റിവെക്ക്. അത് പുസ്തകമായിട്ട് യോജിച്ച് വരുന്നില്ല, വിശുദ്ധ ബൈബിളുമായിട്ട് യോജിച്ച് വരുന്നില്ല, യേശു ക്രിസ്തുവായിട്ട് യോജിച്ച് വരുന്നില്ല. അതുകൊണ്ട് ഇന്ന് വരെ നമ്മൾ ചെയ്യുന്ന പെന്തിക്കോസ്ത് ആചാരാനുഷ്ഠാനങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് നമുക്കൊരു മടങ്ങി വരവ് ആവശ്യമാണ്. എങ്ങോട്ട് വരണം? തീയിൽ ഊതിക്കഴിച്ച പൊന്നിലേക്ക് വരണം. അപ്പോസ്തല പ്രവൃത്തി 2-ന്റെ 42-ാമത്തെ ഒരു വ്യക്തമായൊരു കാര്യം പറയുന്നുണ്ട്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകും. എന്താണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം? ലേഖനങ്ങളാണ്. കർത്താവ് 3.5 വർഷം അവരോട് പറഞ്ഞ കാര്യങ്ങളാണ് അവർ 4 സുവിശേഷത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതിനുശേഷം അവരോട് പറഞ്ഞു, എന്നോട് കേട്ട പിതാവിൻ്റെ ഭക്തനായി പോയി കാത്തിരിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ പോയി മർക്കോസിൻ്റെ മാളിക മുറിയിൽ കാത്തിരുന്നു. പരിശുദ്ധാത്മാവ് കൊടിയ കാറ്റടിക്കുന്ന പോലെ തീനാളുകൾ ഇറങ്ങി വന്നു. അന്ന് മുതൽ അവരോട് പറഞ്ഞ കാര്യങ്ങളാണ്, അവരുടെ ഹൃദയത്തിൽ കൊടുത്ത കാര്യങ്ങളാണ് റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ എഴുതി വച്ചിരിക്കുന്നത്. കർത്താവ് യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു അവരോട് പറഞ്ഞു, ഇനിയും വളരെയധികം നിങ്ങൾ പറവാനുണ്ട്, നിങ്ങൾക്കിപ്പോൾ വഹിപ്പാൻ കഴിവില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളുടെ സകല സത്യത്തിനും വഴി നടന്നു. അപ്പോൾ അവർ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ മേൽ വന്നു. അന്ന് മുതൽ അവരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ തുടങ്ങി. യേശു കർത്താവ് പറഞ്ഞു, അവൻ വരുമ്പോൾ ഞാൻ പറയാനുള്ളത് എന്നിൽ നിന്നെടുത്ത് നിങ്ങളെ അറിയിക്കും. അവൻ വരുമ്പോൾ സ്വയമായി ഒന്നും പറയുന്നില്ല. അവൻ വരുമ്പോൾ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്ന സംസാരിക്കും, വരുവാണോ നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ പറയുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തുമെന്നാണ്, യേശുവിനെ മഹത്വപ്പെടുത്തുമെന്ന് പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ട്. സൗഹൃദമാരെ നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് വേണ്ടത് ഏതാണ്? നമുക്ക് വേണ്ടത് ലേഖനങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജലത്തിൽ മുങ്ങി സ്നാനപ്പെട്ട ഒരു വ്യക്തിയാണോ നിങ്ങൾ വായിക്കേണ്ടതും പഠിക്കേണ്ടതും ലേഖനങ്ങളാണ്. ആ ലേഖനങ്ങൾ നിങ്ങൾ വായിച്ചു പഠിച്ച് ഗ്രഹിച്ച് അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങളിൽ രൂപാന്തരമുണ്ടാകും, നിങ്ങൾക്ക് തേജസ് കിട്ടും. തേജസ് പ്രാപിച്ച് നമുക്ക് കർത്താവിൻ്റെ വരവെങ്കിൽ നമുക്കവിടെ എത്താൻ പറ്റും. അല്ലാതെ നമ്മൾ പുറകോട്ട് പോയി ഈ ന്യായപ്രമാണവും അതേപോലെ കെട്ടുകഥകളും നിർമ്മിത കഥകളും എല്ലാം കേട്ട്
നമ്മളിവിടെ കിടക്കാനാണെങ്കിൽ നമ്മളും ഈ രാജ്യത്തുള്ള ജാതികളും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, സഹോദരി സഹോദരന്മാരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എത്രയും ആസന്നമായിരിക്കുന്നു. അതുകൊണ്ട് നമുക്കൊരു മടങ്ങി വരും അത്യാവശ്യം. യേശു പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കാനാണ് പറഞ്ഞത്. പഴയ നിയമത്തിൽ വിശ്വസിക്കാൻ പറഞ്ഞിട്ടില്ല. പഴയ നിയമ ചരിത്രങ്ങൾ നിങ്ങൾ വായിച്ച് പഠിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടില്ല. അതെല്ലാം കഴിഞ്ഞ കാലങ്ങളാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിലും പറയുന്നുണ്ട്, വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനത്തിനുമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ, അപ്പോസ്തലന്മാർ കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റും? പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അതുകൊണ്ട് മനസ്സിലാക്കുക, ഇന്നത്തെ സഭകൾ, ഇന്നത്തെ സംഘടനകളെല്ലാം ഈ ഉപദേശത്തിലേക്ക് വരാതെ കണ്ട് ഉൽപ്പത്തി മുതൽ മാലാഖി വരെയുള്ള കാര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മതി അവർക്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പൗലോസ് അപ്പോസ്തലൻ വേറൊരു ഭാഗം കൂടി എഴുതിയിട്ടുണ്ട്. 2 കൊരിന്ത്യർ 4-ാം അധ്യായം. ആ 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ ആധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. എന്നാൽ ഒരു ക്രോസ് വെക്കുകയാണ്, എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നെങ്കിൽ അത് നശിച്ചു പോകുന്നവർക്ക് എത്ര മറിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ സുവിശേഷം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ലോകത്തിൽ കിടക്കുന്ന മനുഷ്യരെ യേശുവിനെ വിശ്വസിക്കാനുള്ള സുവിശേഷമാണെന്ന് തെറ്റിദ്ധരിച്ചു പോകും. അങ്ങനെയല്ല, ഇത് ലേഖനമാണ്. ഇന്നത്തെ പെന്തിക്കോസ് വിശ്വാസികളോട് പറയുകയാണ്, ഞങ്ങളുടെ സുവിശേഷം എന്നാണ് സുവിശേഷത്തിൻ്റെ 2-ാം ഭാഗം. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെയുള്ള സുവിശേഷത്തിൻ്റെ 2-ാം ഭാഗം. അത് മറഞ്ഞിരിക്കുന്നെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് എത്ര മറിഞ്ഞിരിക്കും. അങ്ങനെയെങ്കിൽ ഇന്നത്തെ സഭകളെല്ലാം നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലാണ് നിൽക്കുന്നത്, ഇന്നത്തെ സംഘടനകളെല്ലാം. പക്ഷേ ആരുമില്ലാതില്ല, ഒരു ശേഷിപ്പുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരു ദൈവിക ആലോചനയായിട്ട് സ്വീകരിച്ചുകൊണ്ട്, ഞാൻ ഇതിനകത്ത് നോണ പറഞ്ഞിട്ടില്ല, പോസ്റ്റ് പറഞ്ഞിട്ടില്ല, വചനത്തെ തിരുത്തി ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് ദൈവികമായ ഒരു ആലോചനയാണ്. ആ ദൈവികമായ ഒരു ആലോചനയായിട്ട് സ്വീകരിച്ചുകൊണ്ട് 2 കൈ നീട്ടി സ്വീകരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗരാജ്യ പ്രവേശനം ലഭിക്കും. കർത്താവ് നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കും. ദൈവത്തിന് നന്ദി. സ്തോത്രം.